നീ എന്താ കാണിക്കുന്ന ആൾക്കാർ കണ്ട തെറ്റിദ്ധരിക്കുന്ന പ്രഭാസിനെ വെച്ചൊരു പാൻ ഇന്ത്യൻ പണൽ അതായിരുന്നു ഈ കാട്ടവരാതം രാജാസാബ്. കഥയുടെ തുടക്കം തന്നെ വടക്കോട്ട് നോക്കി കൊണച്ചോണ്ടിരുന്ന ഒരു പെണ്ണിനെ ഒരുത്തൻ ശല്യം ചെയ്യുന്നു. ഇതും കണ്ട് കസേരയിലെ കുണ്ടി കുതിരുന്ന ഒരുത്തൻ പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്നതാണെന്ന് ചോദിച്ചുകൊണ്ട് അവനെ പിടിച്ച് വളച്ചു നിർത്തി റാ പോലെയൊക്കെ ഇട്ട് ഒറ്റ ചവിട്ട്. ഇതങ്ങോട്ട് കഴിഞ്ഞതും തൊട്ടപ്പുറത്തെ പറമ്പിലെ ഒരു 100 ലോറി വന്നിട്ട് പാർക്ക് ചെയ്യും. എന്നിട്ട് വരിയായിട്ട് നിന്നിട്ട് ആകാശത്തൊരു വ്യൂ റിബൽ സ്റ്റാർ എന്നൊക്കെ. അപ്പൊ ഇത് കാണുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് വിചാരിക്കും അതായത് ഇവൻ ഈ സ്ത്രീകളൊക്കെ അത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ. പക്ഷെ അതിൽ തോന്നല് മാത്രം ഇവൻ എപ്പ പെണ്ണുങ്ങളെ കാണുന്നു അപ്പൊ അവന്റെ മുണ്ടൂക്കി കാണിക്കും. ഇനി നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള പ്രഭാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിങ്ങനെ പുറമെ കുണ്ടിയെ കുലിക്ക് ഡാൻസ് കളിച്ച് ജിൽജിലായിട്ട് നടക്കുന്ന ഒരുത്തനാണെങ്കിലും അവന്റെ മനസ്സിൽ ഭയങ്കര ഒരു വിഷമമുണ്ട്. അതായത് ഒരു ദുഃഖിതനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ പ്രഭാസ്. നമ്മുടെ പ്രഭാസിനാണെങ്കിൽ അൽഷിമേഴ്സ് ബാധിച്ച ഒരു മുത്തശ്ശിയുണ്ട് കൂടെ. ഇതുവരെ അവരുടെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും ആ തള്ള മറന്നുപോയിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ഒഴിച്ച് അവളുടെ കെട്ടിയനായിട്ടുള്ള സഞ്ജീതത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ. എന്നാൽ തള്ളയുടെ കെട്ടിയനായിട്ടുള്ള സഞ്ജീതത്താണെങ്കിൽ വർഷങ്ങളായിട്ട് മിസ്സിംഗ് ആ. കാട്ടുപുണ്ണയെ കുറിച്ച് ഒരു അറിവില്ല. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു തള്ളയിലെ പുള്ളിക്കാരത്തി വലിയൊരു കൊട്ടാരത്തിലെ ഒരു രാജ്ഞിയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു അവിടെ കൊട്ടാരത്തിലെ കാര്യസ്ഥം കൊച്ചുകൊണ്ട പുള്ളി അങ്ങോട്ട് മൂട് കയറിയിട്ട് കൊട്ടാരത്തിലെ സ്വർണ്ണം പോണക്ക് അടിച്ചു മാറിയിട്ട് ഒരൊറ്റ മുങ്ങും. അവന്റെ കുണ്ടി നോക്കിയോളം കൊടുത്ത് ആ സ്വർണ്ണം പോണക്ക് ഞാൻ എങ്ങനെ പോയി കഴിഞ്ഞാലും തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞിറങ്ങിയതായിരുന്നു അന്ന് സഞ്ജയ് ദത്ത്. അന്ന് പോയ പോക്കാണെങ്കിൽ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഒരു ദിവസം തുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രഭാസ് ഗാലറിയിൽ ഒരു കാര്യം കാണുന്നത്. അതായത് ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവന്റെ തന്ത അതായത് സഞ്ജയ് ദത്തിനെ പോലത്തെ എക്സാക്ട് ഒരു സാധനം അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന പോലെ തോന്നല്. സൂം ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ എക്സാക്ട് തന്ത തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കോണാനൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാൻ തള്ള. അങ്ങനെ അന്ന് ഫോട്ടോ എടുത്ത സ്ഥലത്തേക്ക് അവർ യാത്ര ആരംഭിക്കും. അങ്ങനെ പോകുന്നതിനിടയ്ക്കായിരുന്നു തെക്കോട്ട് തലയിടിച്ചപ്പോ പ്രഭാസ് എന്നൊരു സാധനം കാണുന്നത്. അപ്പൊ തന്നെ പുള്ളി ഓട്ടം കണ്ട് സ്കിഡേ നിർത്തും. ആ മൊമെന്റിൽ നമ്മൾ വിചാരിക്കും അപ്പൂപ്പനെ പ്രഭാസ് കണ്ടെത്തിയെന്ന്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. പോകുന്ന വഴിക്ക് ഇവന്റെ കാമക്കണ്ണോട് കണ്ടെത്തിയ ഒരു സുന്ദരിയായിട്ടുള്ള യുവതി. അതിനെ കണ്ടുകഴിഞ്ഞപ്പോ തുണി പൊക്കി കാണിക്കാനായിട്ട് വണ്ടി നിർത്തിയതാ. പല തരത്തിലുള്ള റൊമാൻസും ഡാൻസ് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവനെ പോലെ മുണ്ടും പൊക്കി കാണിച്ചുള്ള റൊമാൻസ് അത് ആദ്യമായിട്ടാ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. പെണ്ണിനെ കണ്ടതും അപ്പൂപ്പനെ അന്വേഷിച്ചു വന്ന കാര്യമൊക്കെ മറന്നിട്ട് പുള്ളി ആ പെണ്ണിനെ പിറകെ മണപ്പിച്ച് നടക്കാൻ തുടങ്ങും. അങ്ങനെ നല്ല റൊമാൻറ്റിക് പാട്ടും ചെത്ത് ലൈഫ് കഴിഞ്ഞപ്പോ കൂടെ കൊണ്ടുവന്ന കാശ് തീർന്നു അങ്ങേരുടെ. അങ്ങനെ ഒരു റെസ്റ്റോറന്റില് അന്നം തുളിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അപ്പൂപ്പൻ എന്റെ അപ്പനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണുങ്ങള് രംഗപ്രവേശനം നടത്തും. എന്നിട്ട് പുള്ളിക്കാരത്തി ഒരു പെട്ടി നിറയെ കാശും കൊടുക്കും നമ്മുടെ പ്രവാസിന്. എന്നാ മൊമെന്റിൽ തന്നെ കുറെ കള്ളന്മാർ വന്നിട്ട് അതങ്ങ് അടിച്ചുകൊണ്ട് പോകും. ഫൈറ്റ് വെക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് മൊമെന്റ് ആണല്ലോ. ചാറ പറ ബൈക്കിന്റെ ഹാൻഡിലൊക്കെ എടുത്തിട്ട് എല്ലാരും അടിച്ച് തൂക്കി ഒരു കൊണച്ചു കുത്തിയ ഫൈറ്റ്. ഏറ്റവും അവസാനം മൂടി രക്ഷപ്പെടാൻ നോക്കിയ കള്ളന്മാര് ആ ഒരു പണപ്പെട്ടി വലിയൊരു ഹൈറ്റിലേക്ക് നിൽക്കുന്ന കുടത്തിന് മുകളിൽ തൂക്കിയിടും. ഇത് കണ്ടതും അണ ഹീറോയിസം കാണിക്കാൻ വേണ്ടിട്ട് ഒരു 4 നില ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒറ്റ ചാട്ടം. എന്നിട്ട് ആ പണപ്പെട്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോകും. അവിടെ ജന്മാഷ്ടമിയുടെ ഭാഗമായിട്ട് ആകാശത്തേക്ക് നീണ്ടു പോയ ആൾക്കാര് 4 ഭാഗത്തേക്ക് തെറിച്ചു പോയത്. മാസ് എന്നൊക്കെ പറഞ്ഞ എമ്മാതിരി മാസ്. ഇതേ സമയത്ത് അവിടെ നാട്ടിലാണെങ്കിൽ മുത്തശ്ശന്റെ ഓർമ്മകളൊക്കെ ആയിട്ട് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ആകെ വിജലമിച്ചങ്ങനെ ഇരിക്കുകയായിരിക്കും. ഈ ഒരു അവസരം മുതലാക്കിയിട്ട് കുറെ കള്ളന്മാർ വന്നിട്ട് തലയുടെ കഴുത്തിലുണ്ടായിരുന്ന ബാക്കി സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകും. ഈ ഒരു സമയത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രംഗപ്രവേശനം. കുറച്ചു മുന്നേ പ്രഭാസിന്റെ കാശ് കൊടുത്ത മാളവിക ഉണ്ടല്ലോ, അവിടെ ഒരു പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ടുന്നിട്ട് അവിടുത്തെ ഗുണ്ടകളൊക്കെ അടിച്ചിട്ട് പരത്തും. അങ്ങനെ വീണ്ടും നമ്മുടെ പ്രഭാസ് ടോപ്പിക്കിലേക്ക് തിരിച്ചു വന്നു. വീണ്ടും മുത്തച്ഛനെ അന്വേഷിച്ച് പുള്ളി തേരാപ്പാര നടക്കാൻ തുടങ്ങുന്നു. എന്നാൽ ആ ഒരു ഗ്യാപ്പിലാണ് തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവം. അതായത് ഇവളുടെ മുത്തച്ഛന്റെ ഒക്കെ സ്വർണ്ണം അടിച്ചുകൊണ്ടോ ആ കാര്യസിനില്ലേ പുള്ളിനെ തൊട്ടപ്പുറത്ത് അവിടെ ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ കാണും. ഇത് കണ്ടതും പ്രഭാസ് വാണം വിട്ടാലും പിറകെ ചെന്നിട്ട് പുള്ളിനെ അടിച്ചത് കേട്ടൊരു ചോദ്യം, എവിടെ മുതുകൊണ്ട് എന്റെ മുത്തച്ഛൻ, എവിടെ നീ അന്ന് അടിച്ചുകൊണ്ട് പോയ സ്വർണ്ണം പണമൊക്കെ. ആ ഒരു മൊമെന്റിലാണ് കണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണുപിടിക്കുന്ന ഒരു കിടിലൻ ട്വിസ്റ്റ്. അതായത് പുള്ളി പറഞ്ഞ ഇങ്ങനെയായിരുന്നു, ഞാനും നിങ്ങളുടെ കുച്ചുമുണ്ട് എന്നിട്ട് സ്വർണ്ണം കെട്ടത് അത് നിന്റെ മുത്തച്ഛൻ തന്നെയായിരുന്നു അത്രേ. ഹേയ് ഇതൊരുമാതിരി ഊമ്പിയുടെ പോയല്ലോ. ഇതും പറഞ്ഞിട്ട് പുള്ളി ഒരു ഫ്ലാഷ് ബാക്ക് എടുത്ത് ഒളിച്ചു വയ്ക്കും. അതായത് അന്ന് കൊട്ടാരത്തിലെ രാജാവായിരുന്ന സഞ്ജയത്തുണ്ടല്ലോ പുള്ളി ആദ്യം ഒരു പിച്ചക്കാരനായിരുന്നു അത്രേ. ആ ഒരു സമയത്തായിരുന്നു കൊട്ടാരത്തിലെ രാജ്ഞിയായിട്ടുള്ള ഇപ്പോഴത്തെ നമ്മുടെ മുത്തശ്ശി തള്ളിയുണ്ടല്ലോ പുള്ളി കരുതി അവിടെ നാട്ടിലെ അന്നദാനം നടത്തിക്കൊണ്ടിരുന്നത്. ഇത് കണ്ടത് കൊത്തി പിടിച്ച് നമ്മുടെ സഞ്ജയത്ത് ഓടി വന്നിട്ട് ചേച്ചി എനിക്കും കുറച്ച് ചോറുതാന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഓടി വന്നിട്ട് രാജ്ഞിയുടെ കൈ കയറിയിൽ പിടുത്തം. ഇത് കണ്ടത് നമ്മുടെ കാര്യസ്ഥനായിട്ടുള്ള പുള്ളി ഉണ്ടല്ലോ രാജ്ഞിയുടെ കയ്യിൽ പിടിക്കുന്നതാ എന്നും ചോദിച്ചുകൊണ്ട് കുറെ കമ്പും മടിയൊക്കെ എടുത്തിട്ട് ഇതിനോട് അടിച്ചട കൂട്ടും. അന്ന് മാനം കിട്ടുപോയ ആ ഒരു സംഭവത്തിന് ശേഷം സഞ്ജയത്തിനാണെങ്കിൽ ഇപ്പം ആ കൊട്ടാരം കേൾക്കുന്നത് തന്നെ ഭയങ്കര ഒരു പ്രതികാരം പണ്ടണം ഒറ്റ ചിന്ത മാത്രമേ പുള്ളിക്കുള്ളൂ. ഇതിന്റെ ഭാഗമായിട്ട് ആ കൊട്ടാരത്തിലെ രാജ്ഞി എങ്ങനെയെങ്കിലും വളയ്ക്കണം, എന്നിട്ട് ആ കൊട്ടാരത്തിലെ പൈസയൊക്കെ അടിച്ചു മാറ്റണം എന്നൊരു ചിന്തയിൽ പുള്ളി ഒന്ന് കരുനീക്കങ്ങൾ ആരംഭിക്കുന്നു. ഒടുവിലൊരു ഗുഹയുടെ തുളയിൽ കയറി അവിടെ നിന്നൊരു സന്യാസിയോട് ഇതിനൊക്കെ ഒരു മാർഗം പറഞ്ഞാൽ പറയും. പാവം തോന്നിയ അൽഫാം പോലിരുന്ന സന്യാസി പുള്ളിക്ക് കുറെ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതുമായിട്ട് വേഷം മാറി കൊട്ടാരത്തിലെത്തിയ സഞ്ജയത്ത് ഒരു പ്ലേറ്റിൽ കുറച്ച് തൈരൊക്കെ എടുത്തിട്ട് രാജ്ഞിക്ക് തിന്നാൻ കൊടുക്കും. പെണ്ണുമ്പോൾ അതിർത്തങ്ങ് തിന്നും. ആ ഒരു
മൊമെന്റില് നമ്മുടെ രാജ്ഞിയുടെ മനസ്സിൽ അണ്ണനോട് ഒരു പ്രത്യേക റൊമാൻസ് അങ്ങ് പൂത്തുലയും. അങ്ങനെ രാജ്ഞിയെ വളച്ചെടുത്ത സഞ്ജയ് ദത്ത് കല്യാണം കഴിക്കാന്ന്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ആ കൊട്ടാരത്തിലെ രാജാവായിട്ട് മാറി സഞ്ജയ് അണ്ണൻ. കിട്ടിയ അവസരത്തിൽ പുള്ളി എന്ത് ചെയ്തു, അവിടുത്തെ സ്വർണ്ണം പണക്കാൻ അടിച്ചു മാറ്റിയിട്ട് ആ പേര് നേരെ കാര്യസ്ഥത അലടിച്ചിട്ട് അവിടുന്ന് ഒരു ട്രെയിനിൽ കയറി നാടൻ വിടും. ഇതായിരുന്നു ഇത്രയും നേരം പുള്ളി പറഞ്ഞ ഫ്ലാഷ് ബാക്ക്. ഇപ്പൊ തൊലിഞ്ഞു കുത്തി കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച അതേ മൊമെന്റിൽ തന്നെ പുള്ളി വേറൊരു കാര്യം പറയും. നിങ്ങൾ നിങ്ങളുടെ അപ്പൂപ്പനെ അന്വേഷിച്ച് കുണ്ടിൽ വെയിലും കൊണ്ടിങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് കുറച്ച് നീങ്ങി വലിയൊരു കാടുണ്ട്. അന്ന് അവിടേക്ക് ഒളിച്ചുപോയി പുള്ളി അവിടെ ഒരു കൊട്ടാരം കിട്ടിയിട്ട് അവിടെയാണ് താമസത്തറേ. ഇത് കേട്ടത് നമ്മുടെ പ്രഭാസും ടീംസും ആ അപ്പൂപ്പനെ അന്വേഷിച്ച് ആ വലിയ ആ കാടിനടയിലേക്ക് യാത്ര ആരംഭിക്കും. അങ്ങനെ ഉൾക്കാട്ടിലേക്ക് പോയിട്ട് അവർ കണ്ടെത്തും ആ കൊട്ടാരം. അതിന്റെ ഗേറ്റുകൾ ചവിട്ടിയിട്ട് തുറക്കുമ്പോഴേക്കും അവിടുത്തെ കാട് മൊത്തം കിടന്ന് ഇങ്ങനെ ഇളകും. അവിടെ എത്തിയപ്പോഴായിരുന്നു നമ്മുടെ പ്രഭാസ് ആ ഞെട്ടിക്കുന്ന കാര്യം മനസ്സിലാക്കിയത്. അവന്റെ അപ്പൂപ്പൻ 2 ദിവസം മുന്നേ മയത്തായി. ഇപ്പൊ വലിയൊരു ഭീമാകാരനായിട്ടുള്ള പ്രേതമായിട്ട് ആ കൊട്ടാരം മൊത്തം അലഞ്ഞെടുക്കാത്രേ. പ്രേതം എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ പ്രേതമല്ല, ചുറ്റും പുകയ്ക്കടിച്ചിട്ട് പുള്ളി തൊട്ട് ഫ്രണ്ടിൽ ഒന്ന് പേടിപ്പിക്കും. എന്നാൽ ഇത് മനസ്സിലാക്കി ആ കൊട്ടാരത്തിന് രക്ഷപ്പെടാൻ നോക്കിയാലോ അതിനും പറ്റാത്തൊരവസ്ഥ. അതായത് എന്തിനൊരു കാരണവശാലും ആ കൊട്ടാരത്തിന്റെ വാതിലൊന്ന് പുറത്തേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തൊട്ട് ഫ്രണ്ടിൽ ട്രെയിൻ പോകും. പാസേജ് ബ്ലോക്ക്ഡ്. എന്തായാലും ഇതിനകത്ത് പെട്ട് ചാവും. എന്നാൽ ചാവുന്നതിന് മുന്നേ കുറച്ച് ഐറ്റംസും കാണുന്നു പ്രഭാസും. അങ്ങനെ നിലവിലുള്ള അങ്ങയുടെ ഗേൾഫ്രണ്ടിനെയും നാട്ടിലുള്ള പുള്ളിയുടെ മുറപ്പുള്ളിനെയും വിളിച്ചിട്ട് നേരെ കൊട്ടാരത്തിലേക്ക് വരാൻ പറയും. അങ്ങനെ തൊട്ടടുത്ത മൊമെന്റില് ഈ 3 പെണ്ണുങ്ങളും കൂടിയിട്ട് അവിടെ ആ കൊട്ടാരത്തിലെ ഐറ്റം സോങ് വെച്ച് കാച്ചും. ഇങ്ങനെയൊക്കെ കാണിച്ചു വിടുമ്പോൾ അവിടെ നിൽക്കുന്ന പ്രേതത്തിനുള്ള ഒരു വികാരങ്ങൾ. അങ്ങനെ ഈ ഐറ്റം സോങ് കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന ഒരു അവസരത്തില് ഈ കൊട്ടാരത്തിൽ കുറെ പണം സ്വർണ്ണൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ കുറെ കള്ളന്മാര് അത് മോഷ്ടിക്കാൻ വേണ്ടി അവിടേക്ക് എത്തും. കുറെ ഓയിലൊക്കെ മേത്ത് വാരി തേച്ചിട്ട്. ഇത് കണ്ടത് നമ്മുടെ പ്രേതത്തിന് കലി കയറും. പുള്ളി അപ്പൊ തന്നെ നമ്മുടെ പ്രഭാസിന്റെ മേത്തേക്കാണ് കയറിയിട്ട് ആ മൊമെന്റിൽ പുള്ളിയുടെ ലുക്ക് അങ്ങോട്ട് മാറും. ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ട് പ്രഭാസ് ബീഡിങ് കത്തിട്ട് വരും. എന്നിട്ട് ആ കൊട്ടാരത്തിലെ ഗ്രാവിറ്റി അങ്ങോട്ട് പുള്ളി എടുത്തും കളയും. ആ ഒരു മൊമെന്റിൽ കള്ളന്മാരൊക്കെ സീലിങ്ങിലേക്ക് പറന്നങ്ങോട്ട് പോകും. എന്നിട്ട് എല്ലാ കള്ളന്മാരെ അടിച്ചങ്ങോട്ട് ഓടിക്കും. അറിയാൻ പാടില്ലാത്തോട് ചോദിക്കുകയാണ് എന്തിനായിരുന്നു ഈ സീനിന്റെ പ്രസക്തി. അല്ല, ഈ മൂവിക്ക് പ്രസക്തി ഇല്ല, ചോദിക്കുന്നതിന് അർത്ഥമില്ല, സോറി. അങ്ങനെ ഈ അപരാധങ്ങളൊക്കെ പണി വെച്ചതിന് ശേഷമാണ് നമ്മുടെ പ്രഭാസിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് പ്രേതമായിട്ട് മാറിയ മുത്തശ്ശനുണ്ടല്ലോ ഇങ്ങനെ പുള്ളിയുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പുള്ളി ചത്തുപോയല്ലോ, അതുകൊണ്ട് വീണ്ടും പുനർജീവിച്ചിട്ട് ആ സ്വത്ത് മുഴുവൻ അനുഭവിക്കുക എന്ന ദുരിതാശമാണ് അത്രയും പുള്ളിക്ക്. അത് നടക്കണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ. അതായത് നമ്മുടെ പ്രഭാസിന്റെ മുത്തശ്ശി ഉണ്ടല്ലോ ഇങ്ങനെ കെട്ടിയോള് അമാവാസി നാളിൽ പുള്ളിക്കാരിക്ക് ബലി കൊടുക്കണത്രേ. ഇതറിഞ്ഞതും നമ്മുടെ പ്രഭാസിന്റെ രക്തം കണ്ട് തിളച്ചാണ് കയറും. ഷർട്ടൊക്കെ ഊരിയിട്ട് പുള്ളി മുത്തശ്ശിനെ അടിച്ചു വരാനാണ് പ്ലാൻ ചെയ്യും. അങ്ങനെ എന്റെ മുത്തശ്ശിനെ കൊന്നിട്ട് നീ സ്വത്തൊക്കെ അനുഭവിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസ കൂട്ടിയിട്ട് നമ്മുടെ പ്രഭാസിനെ കത്തിക്കും. ഇത് കണ്ടതും ഇവന് ഇനി വളരാൻ അനുവദിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രേതത്തെയും പ്രഭാസിനെയും ഹിപ്നോട്ടൈസ് ചെയ്യും. എന്നിട്ടൊരു ഡയലോഗും, നീ ഇപ്പൊ കത്തിക്കുന്ന സ്വർണ്ണം പണമെന്നില്ല അത്രേ, ഒന്നൊരു സൂക്ഷിച്ചു നോക്കാൻ. നോക്കിപ്പോ അത് അവന്റെ അമ്മൂമ്മയുടെ കാല്. അങ്ങനെ ആകെ കിളി പോയിരിക്കുന്ന നമ്മുടെ പ്രഭാസ് തന്റെ സർവ്വശക്തിയെടുത്ത് തലച്ചോറിലെ ന്യൂറോൺസ് ഒക്കെ കണക്ട് ചെയ്തിട്ട് തന്റെ അമ്മൂമ്മേനെ മനസ്സിലായിരിക്കും. അമ്മൂമ്മയുടെ മുഖം മനസ്സിലേക്ക് വന്നതും പുള്ളി അങ്ങ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ആവും. ആ ഒരു പവറിൽ മുത്തച്ഛനെ വീണ്ടും അടിച്ചു വരാൻ വേണ്ടി പോവാ നമ്മുടെ പ്രഭാസ്. ഇത് കണ്ട മുത്തച്ഛനും ചാർജ് ആവും. പുള്ളി എന്ത് ചെയ്യും, ആ കൊട്ടാരം നിറച്ച് വലിയൊരു പ്രളയങ്ങൾ ഉണ്ടാക്കും. അതിന്റെ കൂടെ ചെറിയോൺ ടോപ്പ് എന്ന പേരില് ഒരു വലിയ മുതലേനെയും പുള്ളി അഴിച്ചും കൂടും. പിന്നീട് അവിടെ തുടങ്ങി നമ്മുടെ ഈ അണ്ണനും പിന്നെ വലിയ മുതലുണ്ടല്ലോ അതുമായിട്ടൊരു കഠിന കളി, മീൻസ് പോരാട്ടം. പ്രഭാസ് ആ മുതലിനെ കുനിച്ചിരുത്തി കൂമ്പിനടിക്കും. എന്നിട്ട് അതിനെ വാല പിടിച്ച് കറക്കും, കെട്ടിപ്പിടിച്ച് മറയും. ഏറ്റവും അവസാനം വലിയൊരു ആണി എടുത്തിട്ട് അതിന്റെ തലയിലാണ് കുത്തിയിട്ട് വെള്ളത്തിലാണ് പൂഴ്ത്തും. എന്നിട്ട് അതിനെ വാല പിടിച്ച് കറക്കി അങ്ങോട്ട് തല്ലി അങ്ങോട്ട് കൊല്ലും. നീ എന്താ കാണിക്കുന്ന ആൾക്കാര് കണ്ട തെറ്റിദ്ധരിക്കുന്ന ഇത്രയും ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യത്തിലെന്ന് മനസ്സിലാക്കിയ നമ്മുടെ മുത്തശ്ശൻ പ്രേതം വേറെ അടവെടുക്കും. വെള്ളം കഴിഞ്ഞപ്പോ അടുത്ത് മണലായി. ആ കൊട്ടാരം മൊത്തം വലിയൊരു മണൽക്കൂനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പൂഴ്ത്തികൾ കൊല്ലാൻ നോക്കും നമ്മുടെ പ്രഭാസിനെ. എന്നാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടായില്ല. നമ്മുടെ അണ്ണൻ ആ മണൽക്കൂനയിൽ നിന്നും നൂഴ്ന്നുകൾ എഴുന്നേക്കും. എല്ലാത്തിനും ഒരേ ഒരു റീസൺ, അവന്റെ അമ്മൂമ്മയുടെ മോട്ടിവേഷൻ. അപ്പൂപ്പൻ എല്ലാ അടവും പരീക്ഷിച്ചു, പക്ഷെ ഒന്നിലും ഒരു രക്ഷയില്ല. എന്നിട്ട് അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നറിയോ, വലിയ ഭീമാകാരനായിട്ട് ഒരു രാക്ഷസനായിട്ട് മാറും. എന്നിട്ട് തന്റെ വലിയ കൈയെടുത്തിട്ട് പ്രഭാസിനെ അങ്ങ് ഞെക്കിപ്പിഴിയും. രാക്ഷസൻ പ്രഭാസിനെ വലിച്ചങ്ങെടുത്ത് തിന്നാൻ പോകുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് അവന്റെ കാതിലേക്ക് അവന്റെ അമ്മൂമ്മയുടെ വീണ്ടും മോട്ടിവേഷൻ വരാ. ഇത് കേട്ടത് മണ്ണൻ വീണ്ടും ചാർജ് ആവും. മേത്ത് കുറെ LED ലൈറ്റ് ഒക്കെ എത്തിച്ചിട്ട് പുള്ളി ഉഷാറായിട്ട് ഇടിയിട്ടങ്ങോട്ട് നിൽക്കും, നെഞ്ചി മിടിച്ചിട്ട്. അണ്ണനുള്ള ശക്തി എടുത്തിട്ട് ആ രാക്ഷസനെ ഇടിച്ചങ്ങോട്ട് കൊല്ലും. മുത്തശ്ശൻ ഡെഡായതും അവിടുത്തെ കാലും നേരക്കാണ്ട് മാറും. പ്രഭാസ് അണ്ണൻ ചുറ്റിത്തിരിഞ്ഞ് ഏതോ ഗുദാവിലെ ഒരു സർക്കസ് കൂടാരത്തിൽ പോയി പ്രത്യക്ഷപ്പെടും. അപ്പൊ നോക്കുമ്പോ അതിനകത്ത് പ്രഭാസിന്റെ ലുക്കിലേക്കായിട്ടുള്ള വേറൊരു കോമാളി. ഈ സീനിനൊക്കെ ഭയങ്കര അർത്ഥം ഉണ്ടെന്നൊക്കെ ആയിരുന്നു ഡയറക്ടർ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഇതിനകത്ത് പറയില്ല, അടുത്ത പാർട്ടി പറയാത്രേ. അങ്ങനെ ഇവിടെ വെച്ചിട്ട് പടം തീരും.